രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരായ ലൈംഗികാരോപണ വിവാദം ഒന്നടങ്ങിയതോടെ സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടനാ ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് നടപടികൾ തുടങ്ങുന്നതിന് മുൻപ് പട്ടിക പ്രഖ്യാപിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചകൾ സജീവമാക്കിയിരിക്കുന്നത്. സംസ്ഥാനത്തെ നേതാക്കളുമായി KPCCയുടെ പുതിയ നേതൃത്വം നടത്തിയ ചർച്ച ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. KPCCയുടെ പുതിയ ഭാരവാഹി പട്ടികയുടെ ഘടന ആരെയൊക്കെ ഭാരവാഹിത്വത്തിൽ ഉൾപ്പെടുത്തണമെന്നതിൽ ഏകദേശ ധാരണ രൂപപ്പെട്ടതായാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നേരത്തെ തയ്യാറാക്കിയ പട്ടികയുമായി എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ജംബോ ഭാരവാഹി പട്ടികയ്ക്ക് തന്നെയാണ് നേതാക്കൾ ധാരണയിലെത്തിയിരിക്കുന്നത്. 9 വൈസ് പ്രസിഡന്റുമാരാണ് പുതിയ പട്ടികയിൽ ഉണ്ടാകുക. നിലവിൽ 4 വൈസ് പ്രസിഡന്റുമാരാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്കുള്ളത്. ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണവും കുത്തനെ ഉയർത്താനാണ് ധാരണ. 40 ജനറൽ സെക്രട്ടറിമാർ പട്ടികയിലുണ്ടാകും. നിലവിൽ 24 ജനറൽ സെക്രട്ടറിമാരാണ് സംസ്ഥാനത്തുള്ളത്. ജനറൽ സെക്രട്ടറിമാരുടെ ഇരട്ടി എന്നതാണ് സെക്രട്ടറിമാരെ നിയമിക്കുന്നതിന് പരിഗണിക്കുന്ന അനുപാതം. എന്നാൽ ഇപ്പോഴത്തെ ധാരണ പ്രകാരം 90 സെക്രട്ടറിമാർ KPCCക്ക് ഉണ്ടാകും. അതായത് ജനറൽ സെക്രട്ടറിമാരുടെ ഇരട്ടിയേക്കാൾ 10 പേർ കൂടുതൽ. വി പ്രതാപചന്ദ്രന്റെ മരണത്തിന് ശേഷം ഒഴിഞ്ഞുകിടക്കുന്ന KPCC ട്രഷറർ സ്ഥാനവും ഇപ്പോഴത്തെ പുനഃസംഘടനയിൽ നികത്തും. തിരുവനന്തപുരം DCCയുടെ മുൻ അധ്യക്ഷനും മുൻ MLAയുമായിരുന്ന അഡ്വക്കേറ്റ് K മോഹൻകുമാറിനെയാണ് ട്രഷറർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. ജ്യോതികുമാർ ചാമക്കാലയെയും ട്രഷറർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. ജംബോ കമ്മിറ്റി അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഓഗസ്റ്റ് ആദ്യവാരം സമർപ്പിച്ച പുനഃസംഘടനാ പട്ടിക കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരത്തെ തന്നെ തള്ളിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ എല്ലാവരെയും ഉൾക്കൊള്ളണമെന്നും പാർട്ടിയിൽ അപസ്വരങ്ങൾ ഇല്ലാതാക്കാൻ ഭാരവാഹികളുടെ എണ്ണം കൂട്ടേണ്ടത് അനിവാര്യമാണ് എന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. മുൻ കമ്മിറ്റികളിലെ ഭാരവാഹികളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ എല്ലാവരെയും പരിഗണിക്കാൻ ജംബോ പട്ടിക കൂടിയേ തീരുമെന്നും നേതൃത്വം പറയുന്നു. KPCC പുനഃസംഘടന പട്ടികയ്ക്കൊപ്പം പുതിയ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷന്മാരുടെ പട്ടികയും പ്രഖ്യാപിക്കാനാണ് ധാരണ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ നടപടികൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒക്ടോബർ ആദ്യവാരത്തോടെ തുടങ്ങാനിരിക്കുകയാണ്. ഇതിനു മുൻപ് ഭാരവാഹി പട്ടിക പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം. ഒരാഴ്ചയ്ക്കുള്ളിൽ പുനഃസംഘടന പൂർത്തിയാക്കുമെന്നാണ് നേതൃത്വം നൽകുന്ന സൂചന. ബുധനാഴ്ച പാറ്റ്നയിൽ നടക്കുന്ന കോൺഗ്രസിന്റെ എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി വേദിയിൽ വെച്ച് സംസ്ഥാന കോൺഗ്രസിലെ പുനഃസംഘടനാ പട്ടികയ്ക്ക് അന്തിമ രൂപമാകും. സംസ്ഥാനത്തെ നേതാക്കളുമായി ചർച്ച ചെയ്ത് രൂപം കൊടുത്ത പട്ടിക സംബന്ധിച്ച അന്തിമ ചർച്ചകൾക്ക് പാറ്റ്ന വേദിയാകും. എക്സ്റ്റൻഡഡ് പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കുന്നതിനായി കേരളത്തിലെ പ്രധാന നേതാക്കളെല്ലാം പാറ്റ്നയിലെത്തും. എക്സ്റ്റൻഡഡ് വർക്കിംഗ് കമ്മിറ്റി ആയതിനാൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ക്ഷണമുണ്ട്. ഇരുവരും ചൊവ്വാഴ്ച വൈകുന്നേരം പാറ്റ്നയിലേക്ക് തിരിക്കും. വർക്കിംഗ് കമ്മിറ്റി അംഗമായ ഡോക്ടർ ശശി തരൂരും പ്രത്യേക ക്ഷണിതാക്കളായ കൊടിക്കുന്നിൽ സുരേഷും രമേശ് ചെന്നിത്തലയും പാറ്റ്നയിലെ യോഗത്തിൽ എത്തുന്നുണ്ട്. പ്രവർത്തക സമിതി യോഗത്തിന്റെ ഇടവേളയിൽ കേരളത്തിലെ പുനഃസംഘടന സംബന്ധിച്ച ചർച്ചകളും പൂർത്തിയാക്കി ഹൈക്കമാൻഡിന് പട്ടിക കൈമാറാനാണ് ധാരണ. കേരളത്തിലെ നേതാക്കൾക്കിടയിൽ ധാരണയുണ്ടാക്കി കൈമാറുന്ന പട്ടികയിൽ കാര്യമായി തിരുത്തൽ വരുത്താൻ ഹൈക്കമാൻഡ് തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ഞായറാഴ്ചയ്ക്കകം പ്രഖ്യാപനമുണ്ടാകാനാണ് സാധ്യത.